എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MBBS BDS കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. താൽക്കാലിക അലോട്ട്മെൻറ്റാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് വഴി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതും അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ളതിൽ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാവുന്നതുമാണ്. ഇവിടെ സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് MBBS to BDS പ്രൊവിഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് അതിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കാവുന്നതും ആണ്. ഇത് ഈ ഒരു താൽക്കാലിക അലോട്ട്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതിൽ നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ പേര് വന്നിട്ടുണ്ടോ, അതായത് രജിസ്ട്രേഷൻ നമ്പർ വന്നിട്ടുണ്ടോ, അതായത് ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ടോ എന്നുള്ളത് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് പരിശോധിക്കുക. ഈ ഒരു ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ പരാതികൾ അറിയിക്കാവുന്നതാണ്. പരാതികൾ അറിയിക്കേണ്ട ഇമെയിൽ അഡ്രസ്സ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസിൽ ആ ഒരു ഇമെയിൽ ഐഡിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് അത് വായിച്ച് നോക്കുക. അപ്പോൾ ഇതിൽ പറഞ്ഞത് പ്രകാരം നിങ്ങൾക്ക് ഈ ഒരു cek.info.ce@kerala.gov.in എന്ന ഇമെയിൽ ID മുഖാന്തരം നിങ്ങൾക്ക് ഇന്ന് രാവിലെ 11 മണിക്കുള്ളിൽ നിങ്ങളുടെ പരാതികൾ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സർക്കുലർ പ്രകാരം പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെയും ശാസ്ത്ര മെഡിക്കൽ കോളേജിലെയും 2024 MBBS BDS കോഴ്സിലേക്കുള്ള സംസ്ഥാന കോട്ട സീറ്റുകളിലേക്കുള്ള രണ്ടാം ഘട്ട താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. 11-ാം തീയതി മുതൽ 24-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി വരെ വിദ്യാർത്ഥികൾ നൽകിയുള്ള ഓൺലൈൻ ഓപ്ഷൻ ക്രമീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അലോട്ട്മെൻറ്റ് തയ്യാറാക്കിയുള്ളത്. വിദ്യാർത്ഥികൾക്ക് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ വഴി നിങ്ങൾക്ക് ആ ഒരു പേജിലെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ള മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താൽക്കാലിക അലോട്ട്മെൻറ്റ് കാണാവുന്നതാണ്. താൽക്കാലിക അലോട്ട്മെൻറ്റ് ലിസ്റ്റ് സംബന്ധിച്ച് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കമ്മീഷണറുടെ ഇമെയിൽ ID ആയിട്ടുള്ള cek.info.ce@kerala.gov.in എന്ന ഇമെയിൽ മുഖാന്തരം 27-ാം തീയതി 11 മണിക്കുള്ളിൽ രാവിലെ 11 മണിക്കുള്ളിൽ അറിയിക്കേണ്ടതാണ്. 27 എന്ന് പറഞ്ഞാൽ ഇന്നാണ്. അപ്പോൾ സാധുവായിട്ടുള്ള എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച ശേഷം ഇന്ന് തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.